ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കാണാം കേട്ടോ. ഒരുപാട് സമയമൊന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിക്കണേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതാ ഈ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം. അതിന് കൂടെ തന്നെ 1/2 ടീസ്പൂണോളം ഗീയും കൂടി വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 കിലോ ചിക്കനാണ് ചേർക്കുന്നത്. നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ 1/2 കിലോ ചിക്കൻ്റെ അനുസരിച്ചിട്ടുള്ള സാധനങ്ങളാട്ടോ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം. എന്നിട്ട് കളറും ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ചിക്കൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളിതാ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കന് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ ചേർത്തിട്ട് പൊടികളൊക്കെ ചേർത്ത സമയത്ത് ഫുൾ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞ് കളറൊന്ന് മാറി കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ചിക്കൻ നന്നായിട്ട് ഫ്രീ ആക്കിയിട്ട് എടുക്കണ്ട, ഈ ഒരു പാകത്തിന് മതിയാവേ. അപ്പം നമ്മളിതാ ചിക്കനൊക്കെ ആ ഒരു എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി ചേർക്കാം കേട്ടോ, ജിഞ്ചർ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 സവാള ആട്ടോ ചേർക്കുന്നത്. മീഡിയം സൈസുള്ള 2 സവാള ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ആ ഒരു സവാളയുടെ കളർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ സവാളയൊക്കെ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ ഉള്ളിയുടെ, അതൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളി കേട്ടോ. ചെറിയ തക്കാളി മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ അധികം പുളിയായി പോവേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, നമ്മൾ കൈപ്പിടി എന്നെല്ലാം പറയില്ലേ അതുപോലെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഒരു 10-15 കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക കേട്ടോ. ഇനിയെല്ലാം കൂടി ഇതാ ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്കിത് ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊന്നും ചേർക്കാതെ ചൂട് ചെറുതായിട്ട് നാറിക്കഴിഞ്ഞാൽ നമുക്കിതിനെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ അതേ പാനിലേക്ക് തന്നെ വീണ്ടും 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലൊന്നും വലിയ പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ 2-3 ടീസ്പൂണൊക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അധികം ഓയിൽ വെച്ചിട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇതാ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എണ്ണയിൽ ചേർത്തിട്ടുള്ള കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, നമ്മൾ ടർമിക് പൗഡർ അതാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഇതാ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ആയി കിട്ടിയിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു നമ്മൾ തക്കാളിയും സവാളയും നമ്മൾ കാഷ്യൂ നട്ട്സൊക്കെ കൂടി അരച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനി പാകത്തിനുള്ള വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് ഒരുപാട് കറിയൊക്കെ ചാറുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം വെള്ളം ചേർക്കാം കേട്ടോ. ഇനി കുറുകിയ പോലത്തെ കറിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതിയേ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കറിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് എത്ര ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് ചേർത്തെടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തിളച്ചതിന് ശേഷം ചിക്കനൊക്കെ ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കനും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നിക്ക് കറിവേപ്പില ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കസ്തൂരി മേത്തി ചേർക്കാം കേട്ടോ. ഈ ഒരു കറിയിൽ കസ്തൂരി മേത്തിയാണ് സാധാരണ ചേർക്കാറ്, പക്ഷെ ഞാനിപ്പോൾ കറിവേപ്പിലാട്ടോ ചേർക്കുന്നത്. അതിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കസ്തൂരി മേത്തിനേക്കാളും നല്ലത് കറിവേപ്പില കേട്ടോ. അപ്പോൾ നമ്മളൊരു നാടൻ കറിയുടെ ഒരു ടേസ്റ്റും കൂടി ഇതിന് കിട്ടുമേ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ടിട്ട് നമ്മൾ ഈ ഒരു മസാലയൊക്കെ ആ ഒരു ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് ആവശ്യത്തിന് കുറുകി കിട്ടിക്കോളുവേ. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്തെടുക്കാം കേട്ടോ.
ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ച് എരിവൊക്കെ വേണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ലല്ലോ ഇതിലേക്ക്. അപ്പോൾ അത് രണ്ടും കൂടി 1/4 ടീസ്പൂണും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ടാവേ. അപ്പോൾ ഇതുപോലെ കുറുകിയിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആദ്യം വെള്ളം ചേർക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു 1.5 കപ്പോളം വെള്ളമൊക്കെ ചേർത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി കറി കേട്ടോ. ചോറിനും ചപ്പാത്തിക്കോ ദോശക്കോ എന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റുമേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ.